ഹായ് ഹലോ. ഇന്ന് ഞാനൊരു വിളവെടുപ്പും നടിയിലും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളെ ഈ പെട്ടിയിലൊക്കെ പയർ നട്ടതിരുന്നു, അതിൻ്റെ കായൊക്കെ കഴിഞ്ഞു, ആകെ വള്ളിയൊക്കെ ഉണങ്ങലടങ്ങി ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഈ 3 പെട്ടിയിൽ നിന്നും ഫുള്ളും പയറിൻ്റെ വള്ളിയൊക്കെ വലിച്ചിട്ട് ഇതിലിഞ്ഞ് പുതിയ പയർ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ ആക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിച്ചിട്ട് ഇവിടെ വൃത്തിയാക്കി ഞാൻ ചാണകപ്പൊടിയും വെണ്ണൂറും മിക്സ് ചെയ്ത് 2 ദിവസം ഇവിടെ വെയിലത്തിട്ടതാണിത്. അപ്പം ഇന്ന് വീണ്ടും ഞാനതിൽ മിക്സ് ചെയ്ത് ഒക്കെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ പയർ നടുകയാണ്. അപ്പം ഞാനതങ്ങനെ ഓരോ കൈ കൊണ്ട് ഓരോ ചെറിയ ചെറിയ കുഴിയൊക്കെ ആക്കി എടുത്ത് അതിലിതാന്നുള്ള മീറ്റർ പയറാണിത് കേട്ടോ. ഇതുവരെ ഇപ്പം ഉണ്ടായിരുന്നതും ആ പയർ തന്നെയാണ്. കുറ്റിപ്പയറും മീറ്റർ പയറും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുള്ള് മീറ്റർ പയറാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒക്കെ വിത്തൊക്കെ അതിലിട്ട് മണ്ണൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചും കൂടിയും കൊടുത്ത്. ഞാനിപ്പോൾ ഈ പയർ ഉണ്ടാക്കിയിട്ട് ഞാൻ കടയിൽ നിന്ന് പയർ വാങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് 2-3 ദിവസം കൂടുമ്പോൾ നല്ലൊരു പൊടി പയർ കിട്ടും. ഞങ്ങൾ വഴുതന, തക്കാളി 3 സാധനം പിന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ടേ ഇല്ല. ഇതൊക്കെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് തന്നെയാണ് ഒക്കെ എടുക്കുന്നത്. എനിക്ക് താഴത്തൊന്നും സ്ഥലമില്ല, ടെറസിൻ്റെ മുകളിലാണ് ഞാൻ എല്ലാ പച്ചക്കറി ഇട്ടാക്കുന്നത്. അപ്പം ഇതാ ഈ 3 പെട്ടിയിലും ഞാൻ പയറിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതാ ചെറുതായിട്ടൊന്ന് നനച്ചും കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ വെള്ളം ഓസുകൊണ്ട് നനയ്ക്കരുതേ. അപ്പോൾ വിത്തൊക്കെ പുറത്തേക്ക് വരുമല്ലോ, മേലേക്ക് പൊങ്ങി വരും. ഇതാ നമ്മൾ ഈ 3 പെട്ടിയിലും ഞാൻ വിത്തിട്ട് 3 പെട്ടിയിലും നനച്ചും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇതാ കുറച്ച് തക്കാളി തട്ടോ പഴുത്ത് നിൽക്കും. പഴുത്ത് ഇതൊക്കെ പൊട്ടൽ തുടങ്ങിക്കണം. അതിൻ്റെ വെന്ത് വരുന്നുണ്ട്, തിങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കാമ്പ് തിങ്ങിയിട്ടാണ്. അപ്പോൾ അതാണ് നല്ല പഴുത്ത തക്കാളി പറിക്കണുള്ളൂ കേട്ടോ. എല്ലാ തക്കാളിയും കൂടി ഞാനൊന്നും പറിക്കണില്ല. നമുക്കൊന്നും ആവശ്യത്തിനുള്ള തക്കാളി മതിയല്ലോ. തൊടുമ്പത്തിനത് ചാടുകയാണ്, എന്താ വെച്ചാൽ നല്ല പഴുത്തിട്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ പറിച്ചു. ഇനി നമുക്ക് കുറച്ച് വഴുതനയും കൂടെ ഉണ്ട് പറിക്കാൻ. വഴുതനയും ഞാൻ വഴുതന ഉണ്ടാക്കിയിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. ഇഷ്ടം പോലെ വഴുതന ഇട്ടിട്ട് ഇതിൽ നിന്ന് ഇപ്പോൾ കായ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ നിറയെ പൂവിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു 4 പയറും കൂടെ ഉണ്ട് ഇതിന്. പയറിൻ്റെ വള്ളി ഞാൻ അപ്പുറത്തുള്ള കാണിച്ചെന്നില്ലേ, 3 പെട്ടിത്തെ വള്ളി ഞാൻ വലിച്ചിട്ടു. ഇതിലിനി 2 ചട്ടിയിലുള്ള പയറുള്ളൂ. അത് നമുക്ക് കിട്ടണില്ല ഇപ്പോൾ. നേരം വെളുക്കുമ്പോഴത്തേന് തത്ത വന്നൊക്കെ തൊലിച്ച് തിന്നിട്ടുണ്ടാവും, അതിൻ്റെ കുരുവൊക്കെ തൊലിച്ച് തിന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പയറും പറിച്ച് ഇനി ഒരു പീച്ചിലും കൂടി അതും കൂടി പറിക്കട്ടെ. ഇന്നത്തെ ഉപ്പേരി എന്താണെന്നറിയോ? വഴുതനയും പയറും പീച്ചിലും ഒക്കെ കൂടെ ഇട്ടിട്ടൊരു ഉപ്പേരിയാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.